നമസ്കാരം. തമ്പനയിൽ വായിച്ചപ്പോൾ ഏത് 2 ലക്ഷം രൂപ എന്ന് മനസ്സിൽ വിചാരിച്ചുവെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. നമ്മുടെ കയ്യിൽ തൽക്കാലം ആവശ്യമില്ലാതെയുള്ള ഒരു അല്പം വലിയ തുക, അത് എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയാകാം, താങ്കളുടെ കയ്യിൽ 3 ലക്ഷമോ 5 ലക്ഷമോ ആകാം, മറ്റൊരാളുടെ കയ്യിൽ അത് 1 ലക്ഷമോ 50,000 ആകട്ടെ. തൽക്കാലം ആവശ്യമില്ലാത്തതിനാൽ ഈ തുക എവിടെയെങ്കിലും നിക്ഷേപിക്കണം. ഒന്നുകിൽ അത് പരമ്പരാഗത രീതിയിൽ ഏതെങ്കിലും ബാങ്കിലോ മറ്റെവിടെയെങ്കിലുമോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഒരൽപ്പം ആധുനിക രീതിയിൽ അത് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഒറ്റത്തവണ നിക്ഷേപമായിട്ട് നിക്ഷേപിക്കാം. മുകളിൽ പറഞ്ഞ ഈ 2 ഇടങ്ങളിൽ ഏതാണ് മികച്ചത്, എവിടെയാണ് നമ്മൾ നിക്ഷേപം നടത്തേണ്ടത്, ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം ഈ 2 സ്കീമുകളെയും അടിസ്ഥാനപരമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സേഫ്റ്റിയാണ്, സുരക്ഷിതത്വം. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഏതാണ്ട് 100% തന്നെ സുരക്ഷിതമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സർക്കാരിന്റെയും നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന യാതൊരുവിധ ആശങ്കയുടെയും ആവശ്യമില്ല. ഇനി മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യം. മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങളും സുരക്ഷിതമാണ്. സെബി, അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയന്ത്രണവും മേൽനോട്ടവും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് മേലുണ്ട്. മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾ സുരക്ഷിതം തന്നെയാണ്. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾക്ക് സുരക്ഷിതത്വം കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അതിലെ വാസ്തവം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ 2ാമത്തെ പോയിന്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് 2ാമത്തെ പോയിന്റിലേക്ക് പോകാം. 2ാമത്തെ പോയിന്റിന്റെ പേര് ഇതാണ്: റിസ്ക് ആൻഡ് റിട്ടേൺ. എന്താണ് റിസ്ക്? നമ്മുടെ നിക്ഷേപത്തിന് സംഭവിച്ചേക്കാവുന്ന നഷ്ടസാധ്യതയെ പറയുന്ന പേരാണ് റിസ്ക്. ഇനി എന്താണ് റിട്ടേൺ? നമ്മുടെ നിക്ഷേപത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആദായത്തിനെ പറയുന്ന പേരാണ് റിട്ടേൺ. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് റിസ്ക് തീരെയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത തീരെ ഇല്ല. വലിയ ലാഭം ലഭിച്ചില്ല എങ്കിലും, വലിയ റിട്ടേൺ ലഭിച്ചില്ല എങ്കിലും, അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ 2 ലക്ഷം രൂപ ഒരു ബാങ്കിൽ FD ആയിട്ട് ഇടുന്ന സമയത്ത് ബാങ്കുകാർ പറയുന്ന ഒരു പലിശയുണ്ട്. ഉദാഹരണം 7% ആയിക്കൊള്ളട്ടെ. ഈ 7% പലിശ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. കൂടുകയുമില്ല, കുറയുകയുമില്ല. നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത തീരെ ഇല്ലാത്താനും. എന്നാൽ ഇനി മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇത്ര ശതമാനം റിട്ടേൺ തരാം എന്നൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ആരും തരില്ല. അങ്ങനെ ഒരു ഗ്യാരണ്ടി തരാൻ ആർക്കും പറ്റില്ല. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിക്ഷേപിക്കുക. വ്യത്യസ്തങ്ങളായ കമ്പനികളുടെ ഷെയറുകളിൽ, ഡിബഞ്ചറുകളിൽ, ബോണ്ടുകളിൽ, മറ്റ് സെക്യൂരിറ്റികളിലൊക്കെ നിക്ഷേപിക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു റിട്ടേൺ ലഭിക്കും എന്നൊരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ ഉയർന്ന റിട്ടേൺ ലഭിച്ചേക്കും, ചിലപ്പോൾ റിട്ടേൺ കുറവായിരിക്കും, ചിലപ്പോൾ നഷ്ടം സംഭവിച്ചു എന്നും വരാം. ചുരുക്കത്തിൽ മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾക്ക് റിസ്ക് ഓഫ് റിട്ടേൺ കൂടുതലാണ് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ മോർ റിസ്ക് മോർ പ്രോഫിറ്റ്. റിസ്ക് എടുക്കുന്നത് കൂടുന്തോറും ലാഭസാധ്യതയും കൂടുന്നു എന്ന കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ കൂടുതൽ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും. ഇനി 3ാമത്തെ പോയിന്റ്, പ്രീ മച്വർ വിഡ്രോവൽ. കാലാവധിക്ക് മുമ്പ് പിൻവലിക്കൽ. നമ്മൾ ബാങ്കിലൊക്കെ FD ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടെങ്കിൽ 1 ഇയറിലേക്കാകാം, അല്ലെങ്കിൽ 2 ഇയറിലേക്കാകാം, അല്ലെങ്കിൽ 3 ഇയറിലേക്കോ 5 ഇയറിലേക്കോ ആകാം. ഇട്ടിട്ട് കാലാവധിക്ക് മുമ്പ് പിൻവലിക്കുകയാണ് എങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു പെനാൽറ്റി ഒടുക്കേണ്ടതായിട്ട് വരും. ഒരു ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയേക്കാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എന്നാൽ പൊതുവെ മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്നുള്ളതാണ്. പിൻവലിക്കാനുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനകം പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തും. ആ സമയത്തെ മ്യൂച്വൽ ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണോ അതിന് ആനുപാതികമായ തുക നമുക്ക് ലഭിക്കും. ചിലപ്പോൾ നമ്മുടെ നിക്ഷേപത്തേക്കാൾ കുറവായിരിക്കും അത്.
ചിലപ്പോൾ നമ്മൾ നടത്തിയ നിക്ഷേപത്തിനേക്കാൾ കൂടുതലായിരിക്കും അത് ആ മാർക്കറ്റിൽ നിന്ന് ആ സമയത്ത് ഏൺ ചെയ്തിരിക്കുന്ന റിട്ടേണിനെ ആശ്രയിച്ച് ഇരിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ്, ഇൻകം ടാക്സ്. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് സാധാരണഗതിയിൽ ടാക്സബിൾ ആണ്. സാധാരണഗതിയിൽ ബാങ്ക് FDയിലെ നിക്ഷേപങ്ങൾക്ക് യാതൊരുവിധ ഇൻകം ടാക്സ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല. എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ചില പ്രത്യേക സ്ഥാപനങ്ങളിലൊക്കെ നടത്തുന്ന 5 വർഷത്തെ FDക്ക് ഇൻകം ടാക്സ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന മ്യൂച്വൽ ഫണ്ട്, അതായത് ELSS ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം എന്ന വിഭാഗത്തിൽപ്പെടുന്ന മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ടിന്റെ 80C പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 4 പോയിന്റുകൾ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ കൈവശമുള്ള തുകയുടെ വലിപ്പം, നിങ്ങളുടെ മുമ്പിലുള്ള കാലാവധി, ഇവയൊക്കെ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോഴാണ് താങ്കൾക്ക് യോജിച്ചത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ അതോ മ്യൂച്വൽ ഫണ്ട് ആണോ എന്ന കാര്യം കൂടുതൽ വ്യക്തമാവുക. എങ്കിലും പൊതുവായിട്ട് പറയുമ്പോൾ താങ്കളുടെ കൈവശമുള്ള ആ ഒരു അല്പം വലിയ തുക അടുത്ത ഒരു 5 വർഷത്തേക്ക് താങ്കൾക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നിക്ഷേപിക്കാവുന്നതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങളുടെ കൈവശമുള്ള ആ തുക 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്ക് മാത്രമേ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കാവുന്നതാണ്. ഇവിടെയും FDയേക്കാൾ കൂടുതൽ നേട്ടം ലഭിച്ചേക്കും എന്നതാണ്. ഇനി നിങ്ങൾക്ക് 1 വർഷം വരെയൊക്കെ നിക്ഷേപിക്കാൻ പറ്റൂ, 2 വർഷം ആകുന്നതിനൊക്കെ മുമ്പ് തന്നെ പണം പിൻവലിക്കേണ്ടി വന്നേക്കാം എന്ന സാഹചര്യമാണ് എങ്കിൽ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളായിരിക്കും ബെറ്റർ. ഇനി വേണമെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾ എന്ന മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇനി താങ്കൾ അടിസ്ഥാനപരമായിട്ട് വളരെ ചെറിയ റിസ്ക് പോലും എടുക്കാൻ തയ്യാറല്ലാത്ത വ്യക്തിയാണ്, ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പേടിയാണ്, ഉറക്കം നഷ്ടപ്പെടും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ താങ്കൾ മ്യൂച്വൽ ഫണ്ട് ഒഴിവാക്കുക. റിട്ടേൺ കുറഞ്ഞാലും ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തന്നെ ഉപയോഗിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.